ബഹുമാന്യരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. മനുഷ്യ മനസ്സുകൾ പ്രക്ഷുബ്ധമാകുന്ന ആസുരമായ കാലത്ത് ഞാനൊരു കഥ അവതരിപ്പിക്കുന്നു. വില്യം ഷെയറോണിൻ്റെ സോഫീസ് ചോയ്സ്. കഥ നടക്കുന്നത് 40കളിൽ പോളണ്ടിലാണ്. സോഷ്യലിസത്തിന്റെ അങ്കണങ്ങളിൽ പിച്ചവെച്ച് തുടങ്ങിയ പോളണ്ടിനെ ഹിറ്റ്ലറുടെ സൈന്യം കീഴടക്കി. എങ്ങും നിസ്സഹായതയുടെ നിലവിളികൾ, മരണത്തിന്റെ ഞരക്കങ്ങൾ, ഭീതിയുടെ ദീർഘനിശ്വാസങ്ങൾ. പോളണ്ടിലെ കത്തോലിക്കരുടെ തെരുവിലെ നിരവധി ഫ്ലാറ്റുകൾ. രാത്രി ഏറെയായി. ഒരു ഫ്ലാറ്റിന്റെ പുറത്തേക്കുള്ള ജനാല സാവകാശം അടഞ്ഞു. ആ ജനാലുകൾക്കിടയിലൂടെ ഒരു കുഞ്ഞിന്റെ നിലവിളി അരിച്ചരിച്ചെത്തുന്നുണ്ട്. ആരോ ആ കുഞ്ഞിനെ മൃദുവായി ശകാരിക്കുന്നുണ്ട്. അതെ, അത് സോഫിയുടെ വീടാണ്. സോഫി, അത് സുന്ദരിയായ കത്തോലിക്കൻ യുവതി. ഹിറ്റ്ലറുടെ ഗസ്റ്റപ്പോക്കൾ സ്വന്തം ഭർത്താവിനെ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിഞ്ഞത് നോക്കി നിൽക്കേണ്ടി വന്ന ഹതഭാഗ്യ. 100 വസന്തം തളിരണിയുന്നു, പൂവണിയുന്നു, കുളിരിടുന്നു. സ്വന്തം സ്വപ്നങ്ങൾക്ക് വർണ്ണങ്ങൾ വാരി വീശുന്നു. പക്ഷേ വിധിയുടെ കണ്ണുകൾ തഴുകുമ്പോൾ അത് വിധിയോ നീർമഴ ആകുന്നു. സോഫിക്കിപ്പോൾ ഒറ്റ സ്വപ്നം മാത്രം. തൻ്റെ മക്കൾ ജാൻ, ഈവ. മൂത്തവൻ ജാൻ, ഇളയവൾ ഈവ. ജാൻ മിടുക്കനാ, അച്ഛനെ പോലെ. ഈവ കുറുമ്പുകാരിയ. എന്നാലെന്താ, മാലാഖിയുടെ ചന്തം. അതുമാത്രം മതിയല്ലോ. പക്ഷേ ഇവരെ എങ്ങനെ വളർത്തും? ഒരു കഷ്ണം റൊട്ടി പോലും എങ്ങും കിട്ടാനില്ല. പുറത്തേക്കിറങ്ങുവാൻ കഴിയില്ല. ഹിറ്റ്ലറുടെ ഗസ്റ്റപ്പോക്കൾ ജൂതന്മാരെ മാത്രമല്ല കത്തോലിക്കനെ പിടിച്ചു കൊണ്ടുപോകുന്നു. ഗ്യാസ് ചേമ്പറിൽ തള്ളുന്നു. അമ്മേ, വിശക്കുന്നമ്മേ. ഈവ നിലവിളിക്കാൻ തുടങ്ങി. എൻ്റെ പൊന്നുമോളെ, നീരും വെളുക്കട്ടെ. ഇല്ല അമ്മേ, ഞാൻ ചത്തുപോകും. എൻ്റെ പാവക്കുട്ടിക്കും വിശക്കുന്നമ്മേ. കയ്യിലിരുന്ന പാവക്കുട്ടിയെ അവൾ ചുംബിച്ചു. എൻ്റെ പൊന്നുമോളെ, ശബ്ദമുണ്ടാക്കരുത്. ആ കാലമാർ നിന്നെ പിടിച്ചോണ്ട് പോകും. എൻ്റെ സ്വപ്നദിനങ്ങളിൽ വിരിയും മോഹപുഷ്പങ്ങളല്ലേ, എൻ്റെ നീലാകാശം നൽകിയ നിത്യതാരങ്ങളല്ലേ, നിത്യതാരങ്ങളല്ലേ. ബഹളം വെക്കരുത്. ആരെയും സഹായിക്കാൻ കഴിയാത്ത കാലമാ. ബാ, രണ്ടുപേരും ഉറങ്ങുവാൻ നോക്ക്. ആ കുട്ടികൾ തളർന്നു കിടന്നു. വൃദ്ധയും രോഗിയുമായ വല്യമ്മയുടെ ഞരക്കം മാത്രം കേൾക്കാനുണ്ട്. നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങി. സോഫിയ, വല്യമ്മ, സോഫിയുടെ ഭർത്തൃമാതാവ്. എടി, എനിക്ക് വല്ലോ തിന്നാന്താ. അമ്മേ, ബഹളം വെക്കരുത്. അവന്മാരെപ്പോഴാ കടന്നു വരാന്ന് പറയാൻ പറ്റില്ല. ഏതവന്മാരാടി? ഇത് നമ്മുടെ വീടല്ലേ. അമ്മേ, പുറത്തു മുഴുവൻ പോലീസും പട്ടാളവാ. കാണുന്നവരെല്ലാവരും പിടിച്ചോണ്ട് പോകുന്നു. എടി, അതിന് നമ്മൾ കുറ്റമൊന്നും ചെയ്തില്ലല്ലോ പിടിച്ചോണ്ട് പോവാൻ. എടി, എനിക്ക് വിശക്കുന്നടി. വല്യമ്മയ്ക്ക് കണ്ണും മൂക്കുമില്ല. പോളണ്ടിലെ ജൂതന്മാരെ മുഴുവൻ ഹിറ്റ്ലർ മെഡഗാസ്കറിലേക്ക് നാട് കടത്തുന്നു, അല്ലെങ്കിൽ ഗ്യാസ് ചേമ്പറിൽ തള്ളുന്നു. പൊട്ടിക്കരയാൻ ചിരിക്കാൻ കഴിയില്ല, ഞെട്ടറ്റു വീണുപോയി ജീവിതം, ഞെട്ടറ്റു വീണുപോയി. ജൂതന്മാർ മാത്രമല്ല, ഫാസിസത്തിന്റെ കുഴലൂത്തുകാർ പോലും രക്ഷപ്പെടുന്നില്ല. ബന്ധങ്ങളിൽ ഇനി സ്വന്തമെന്നോതുവാൻ സ്വപ്നങ്ങൾ പോലുമില്ല, സ്വന്തം സ്വപ്നങ്ങൾ പോലുമില്ല. അമ്മയ്ക്കിതൊന്നും അറിയില്ല. ഹിറ്റ്ലറെ സംബന്ധിച്ചിടത്തോളം ജൂതവിരോധം
ലോകമേധാവിത്വം സ്ഥാപിക്കാനുള്ള നിമിത്തം മാത്രം. വർഷങ്ങളെ ക്രിസ്ത്യ മനസ്സുകളിൽ കറുത്തു കട്ടപിടിച്ചിരിക്കുന്ന ജൂതവിരോധം മുതലെടുക്കുക മാത്രമാണ് അവർ ചെയ്തത്. ഇപ്പോൾ ക്രിസ്ത്യാനികൾക്ക് നേരെയും അവർ തിരിഞ്ഞിരിക്കുന്നു. ബ്രിക്കലയിലെ ഗ്യാസ് ചേംബറുകളിൽ നിന്നും ജൂതന്മാരുടെ മാംസം കരിയുന്ന മരണത്തിന്റെ ഗന്ധമുയർന്നപ്പോൾ കത്തോലിക്ക രാഹളം നൃത്തം ചവിട്ടി. യോ ഓവേ തള്ളിപ്പറഞ്ഞവർ അനുഭവിക്കട്ടെ, അനുഭവിക്കട്ടെ. കഴിഞ്ഞ ദിവസം ജർമ്മൻ സൈന്യം കന്യാസ്ത്രീ മഠത്തിലേക്ക് ഇഴച്ചു കയറി. ഹിറ്റ്ലറുടെ ഏറ്റവും പുതിയ ഓപ്പറേഷൻ. ദൈവത്തിന്റെ മണവാട്ടികൾ വിഫലതയുടെ പരക്കം പായുന്നു. മാനം കാക്കുന്നതിന് വേണ്ടിയുള്ള ആർത്തനാദങ്ങൾ, കാക്കിക്കുള്ളിൽ നിന്നും പൈശാചികമായ അട്ടഹാസങ്ങൾ. നൂറുകണക്കിന് കന്യാസ്ത്രീകളെ അവർ ബലമായി പിടിച്ചു. ഉടുതുണികൾ പറിച്ചെറിഞ്ഞു. കവചിത വാഹനങ്ങളിൽ നിന്നും വിദഗ്ധമായി പരിശീലനം നേടിയ വേട്ടനായ്ക്കൾ കുതിച്ചു. അവറ്റകൾ ആ കന്യകുമാർക്ക് നേരെ ചാടി വീണു. പച്ച മാംസം കടിച്ചു പറിക്കുന്നു. പരിശുദ്ധരായ പെൺകിടാങ്ങൾ പിടഞ്ഞു നിലവിളിക്കുമ്പോൾ മദ്യലഹരിയിൽ ജർമ്മൻ സൈന്യം തിമിർത്തു മതിക്കുന്നു. കർത്താവിന്റെ ഭൂമണവാട്ടികളയ്യ, കർത്താവിന്റെ ലോകം പോകുന്നയ്യ. കർത്താവിന്റെ മണവാട്ടികൾ കന്യാസ്ത്രീകൾ ഇപ്പൊ കന്യകമാരല്ലോ. മണിക്കൂറുകളോളം ആ താണ്ഡവ നൃത്തം തുടർന്നു. മഠവും പരിസരവും ചോരക്കളമായി. ആർത്തനാദങ്ങൾ ക്രമേണ ഞരക്കങ്ങളായി. ഒടുവിലത് നേർത്തു നിലച്ചു. ജൂതന്മാർ മാത്രമല്ല, എല്ലാവരും കശാപ്പ് ചെയ്യപ്പെടുന്നു. ആര് ചോദിക്കാൻ, ആരോട് പറയാൻ? അമ്മയ്ക്കിതൊന്നും അറിയില്ല. സോഫി കണ്ണു തുടച്ചു. ഇവ ഓടിയെത്തി. അമ്മേ, അമ്മ എന്തിനാ കരയുന്നേ? വിശന്നിട്ടാണോ? എൻ്റെ പാവക്കുട്ടിക്കും വിശക്കുന്നമ്മേ. ഇന്നലെ എൻ്റെ പാവക്കുട്ടി ഒന്നും കഴിച്ചില്ല. എൻ്റെ വിശപ്പ് സാരമില്ലാട്ടോ. എൻ്റെ പൊന്നുമോളെ, സോഫി അവളെ മാറോട് ചേർത്തു. എൻ്റെ പൊന്നുമോക്ക് ഇറച്ചിയും മുട്ടയും ഒക്കെ തരാം. അത് വെറും വാക്കാണെന്ന് അവൾക്ക് തന്നെ അറിയാമായിരുന്നു. സോഫിയേ, തള്ള വീണ്ടും ഉണർന്നു. എടി, ഇറച്ചി എനിക്ക് കൊണ്ടുപാടി. അമ്മേ, ഇറച്ചി എന്ന് പറഞ്ഞ് ബഹളം വെക്കരുത്. അവൾ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇറച്ചി പോലുള്ള ഭക്ഷ്യവസ്തുക്കൾ ജർമ്മൻ പട്ടാളക്കാർക്ക് മാത്രമുള്ളതാണ്. സാധാരണ പൗരന്മാർ ഇറച്ചി കഴിക്കുന്നത് ജർമ്മൻകാർ വിലക്കിയിരുന്നു. എടി, എനിക്ക് വിശക്കുന്നടി. വല്യമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചു, വിശപ്പിന്റെ ഭ്രാന്ത്. വാതിലാരോ മുട്ടുന്നു. അമ്മേ, മിണ്ടരുത്, മിണ്ടരുത്, മിണ്ടു കൊണ്ടുവാടി. വീണ്ടും മുട്ടി. ഭീതിയോടെ അവൾ വാതിൽ തുറന്നു. പ്രതീക്ഷിച്ചതുപോലെ ഗസ്റ്റപ്പോ. അവൾ നടുങ്ങി വിറച്ചു. ഉയർന്നൊരു ഓഫീസർ മുറിയിലേക്ക് കയറി. എന്താടി നിന്റെ പേര്? സോഫി. ഓ, ആ യൂണിവേഴ്സിറ്റി പ്രൊഫസറുടെ മകൾ സോഫി അല്ലേ? അതെ, ഞങ്ങൾ ജൂതന്മാരല്ല, ക്രിസ്ത്യാനികളാ. വൃത്തികെട്ടവളെ, നിന്നോട് ഞാനത് ചോദിച്ചോ? ഒപ്പം മുഖമടിച്ചൊരടി വീണു. ഓഫീസർ അവളുടെ മുടിക്കുത്തിൽ പിടിച്ച് ഉയർത്തി നിർത്തി. ടോർച്ചിന്റെ വെളിച്ചത്തിൽ അവളെ അടിമുടി നോക്കി. കൊള്ളാം, കൊള്ളാം. സപ്തസമുദ്രം സാന്ത്യരാഗം കവിളിൽ ചാർത്തി നൂറു വസന്ത നിലാവിൽ കുളിച്ച നിന്നെ താലി ചാർത്തിയ ഏതൊരു പുരുഷൻ ഭാഗ്യവാനിവനാരോ. ഓഫീസർ അവളെ വലിച്ചടിപ്പിച്ചു. ബഹളം കേട്ട് വല്യമ്മ തപ്പിത്തടഞ്ഞെത്തി.